അപ്പൊ ഇതിനെ മുന്നത്തെ എപ്പിസോഡുകളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽ കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മോഡലിങ്ങിലോട്ട് ഞാൻ കടക്കുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മോഡൽ ചെയ്യാം. ഞാൻ തൽക്കാലം ഇത്ര ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തപ്പോൾ ഈ ഒരു ഗ്രൂട്ട് അതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻ്റ് പോയി ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്നാലും കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് രണ്ടും നമുക്ക് ഒരു കളറ്, പിന്നെ സ്റ്റെപ്പിനൊരു കളറ്, ആ സെയിം കളറിൻ്റെ മാർബിളായിട്ട് ഇവിടെയും ഫ്ലോറിൽ വരും, ഇവിടെയും ആ സെയിം കളറിന് വരും. സോറി, സെപ്പറേറ്റ് കളർ അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കളർ എടുത്തിട്ട് കംപ്ലീറ്റ് വൈറ്റ്, എല്ലാ ഏരിയയിലും ഞാൻ വൈറ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കളർ എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെയൊക്കെ കൊടുത്തു എവിടെയൊക്കെ കൊടുത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഏരിയയിലും അതിന് തന്നെ ഏതെങ്കിലും ഒരു മനസ്സിലാവുന്ന കളർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ കൊടുത്തിട്ട് എഡിറ്റ് വന്നിട്ട് അതിൻ്റെ കളറാണ് ഓഫ് ചെയ്യലാണ്. ഐ മീൻ സാച്ചുറേഷനും ഇതൊക്കെ ഓഫ് ചെയ്യലാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനൊരു കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓക്കെ, ഇതിനിപ്പോൾ നമ്മൾ കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ലൈന് വരച്ചു കൊടുക്കണം. ഓക്കെ, ഇവിടെ ലൈന് വരയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൺട്രോൾ ക്യൂ അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതല്ലെങ്കിൽ മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓപ്ഷൻ കിട്ടും. പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം റൈറ്റ് വ്യൂവിൽ വന്നിട്ട് റൈറ്റ് വ്യൂ എടുത്തു. അതിനുശേഷം വീണ്ടും ക്യാമറയിൽ വന്നിട്ട് പാരലൽ പ്രൊജക്ഷൻ ചെയ്തു. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ, അത് പക്കാവായിട്ട് ആവശ്യം വരുന്നൊരു ഏരിയയാണിത്. അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ ആക്കിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്ന്, അതായത് ഇത്രയും ഏരിയയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സെലക്ട് ആവും. അപ്പോൾ അതിന് പകരം നമുക്ക് വേണ്ട ഒരു ഏരിയ, അതായത് ഇത്രയും ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ആയി കിട്ടും. ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, അത് പോയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം. അത് ആക്ച്വലി നമ്മൾ 3Dയിൽ കാണൂല. ഓക്കെ, അതായത് ഇങ്ങനെ വരിക, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം മാത്രം കിട്ടും. അതിനുശേഷം പിന്നെ ഞാൻ അപ്പോഴും ഇത് സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കിയിട്ട് തന്നെ ചെയ്യലുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെ പോട്ടെ. വീണ്ടും ക്യാമറയിൽ വരിക, പെർസ്പെക്റ്റീവിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ആയി കിട്ടും. കളർ എടുക്കുക, ഏതെങ്കിലും ഒരു കളറ് അപ്ലൈ ചെയ്തിടുക. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഒരു ഭാഗം ആ സെയിം കളറ്, ഇതും സെയിം കളറ്, ഇതും ഇതിൻ്റെ ഇത്രയും ഏരിയ നമുക്കിവിടെ ലൈൻ വരച്ചിട്ട് സെയിം കളറ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ബോട്ടം സൈഡും ആ കളർ തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കണം. ഈ ഒരു ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ തൽക്കാലം ഇത്രയും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കളർ വേണമെങ്കിൽ നോക്കാം. ഇനി ആദ്യം ടൈല് ലോഡ് ചെയ്യുക. ടൈല് ലോഡ് ചെയ്യാൻ ഇന്നലെ നമ്മളെ മറ്റേ കിച്ചൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. കിച്ചൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും, അതല്ലെങ്കിൽ ബേസിക് അറിയുന്നവർക്കൊക്കെ അറിയുണ്ടാവും മെറ്റീരിയൽ ലോഡ് ചെയ്യാൻ. ഈ കളർ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ വരിക, യൂസ് ടെക്സ്ചർ ഇമേജ് വരിക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ടെക്സ്ചർ കാര്യങ്ങൾ ലോഡ് ചെയ്യുക. നമുക്ക് ആക്ച്വലി പിന്നെ ഇങ്ങനെ കമ്പനികളുടെ നാട്ടിൽ കിട്ടുന്ന കമ്പനികളുടെ കിട്ടുട്ടോ. പിന്നെ ജോൺസൺ ആണെങ്കിലും കജാരിയ, അങ്ങനെ ഒരുപാട് കമ്പനികളുടെ ടൈല് നമുക്ക് അവരുടെ കാറ്റലോഗിൽ നിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ മാക്സിമം ഈ ടൈലുകളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും ഷോപ്പിൽ പോയാൽ. തൽക്കാലം ഒരു ബ്ലാക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ടൈല് ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് 250 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റഡ് ബോക്സിന് ഞാനൊരു ടെക്സ്ചർ ലോഡ് ചെയ്യുന്നുണ്ട്. സിമെൻറ്റിൻ്റെ ഒരു ടെക്സ്ചറാണ്. പിന്നെ വരുന്നത് ഈ ഒരു ഏരിയയിൽ
ഈ ഒരു ഏരിയയിലേ നമുക്ക് ഗ്രാസ് കൊടുക്കണം. അതിന് സ്കെച്ചപ്പിനകത്ത് തന്നെ ഞാൻ നോർമലി സെപ്പറേറ്റ് കൊടുക്കലുണ്ട്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഇവിടെ ഈ കളർന്ന് പറഞ്ഞ് കണ്ടില്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ടാവും. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗ്രാസ് എടുത്ത് കൊടുക്കല. ഓക്കെ, അതിനങ്ങനെ കൊടുത്തു. ഇതിന് ഞാൻ സെപ്പറേറ്റ് ഒരു കളർ കൊടുക്കുന്നുണ്ട്. അതിന് ഞാനൊരു അതിന് ഏതെങ്കിലും ഒരു ടെക്സ്ചർ ലോഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഒരു വുഡിൻ്റെ ടെക്സ്ചർ. ഓക്കെ, ഈ ഒരു ടെക്സ്ചർ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടേ ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ താഴോട്ട് വെക്കുക. അങ്ങനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോർഡർ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഈ വൈറ്റ് കളർ നമ്മൾ പിക്ക് ചെയ്യുക, ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, അതിനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമുക്ക് ലൈൻ ടൂൾ എടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. നമുക്ക് ക്ലാഡിങ് കൊടുക്കേണ്ട ഏരിയ ട്രേസ് ചെയ്തെടുക്കുക. ഓക്കെ, അതായത് ഇത്രയും ഏരിയയാണ് നമുക്ക് ക്ലാഡിങ് വരിക. അത് പെൻസിൽ ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുക. ഈ വിൻഡോൻ്റെ ഭാഗം ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്തിനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക. ഞാൻ ഡയറക്റ്റ് ഈ വാളിൽ വർക്ക് ചെയ്യലില്ല. വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസിൽ നമുക്ക് അത് മാറ്റി വരക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, അതിനവിടെ Ctrl+Shift+V അടിച്ച് അതിനവിടെ പേസ്റ്റ് പ്ലേസ് ചെയ്യുക. ഇവിടെ ആക്ച്വലി നമുക്ക് ശരിക്കും ഇത് ഇങ്ങനെ ഒറ്റയടിക്ക് വരക്കാൻ കഴിയും. പക്ഷേ ഇവിടെ എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അത് കഴിയാത്തത്. നമ്മൾ ആ പ്ലാൻ വരച്ചപ്പോഴും ഈ ഒരു സൈഡിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയാണ് അത്. എനിവേ, ഇത് ഫുള്ള് സെലക്ട് ചെയ്യുക. ഇത്രയും ഏരിയയിൽ വിൻഡോ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്യുക. ശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, വീണ്ടും ഈ രണ്ടിനും സെലക്ട് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ വാള് മാത്രം സെലക്ട് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, താഴോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് കിട്ടും. അതിനെ Ctrl+C അടിച്ച് കോപ്പി ചെയ്യുക, Ctrl+Shift+V അടിച്ച് പേസ്റ്റ് അടിക്കുക. ആക്ച്വലി ആ ബോട്ടം സൈഡിലാണ് എന്തോ ഇഷ്യൂ ഉള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇതായിരുന്നു പ്രശ്നം. കണ്ടോ, അത് നമ്മൾ വരച്ചത് സ്ട്രൈറ്റ് അല്ല, ഒരു ലൈന് ഇത്രയും ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണത് ഇത്ര നേരം ഇഷ്യൂ ഉണ്ടായിരുന്നത്. എനിവേ, ഞാൻ വരയ്ക്കുക. അതിനൊരു 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പുറത്തും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ഈ ഒരു ഏരിയ കോപ്പി ചെയ്യുക. ആക്ച്വലി ഈ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു പ്രശ്നമില്ല തോന്നുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇതുവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ വിൻഡോൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് വിൻഡോ വരുന്ന ഭാഗം ഡിലീറ്റ് ആക്കുക. 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. ഈ ഏരിയ ഇങ്ങനെ കണക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിന് എല്ലാത്തിനും കൂടി ഒരു സിംഗിൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അതിന് നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ വരച്ചിട്ടില്ല. അപ്പം ഇതിനെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് പുഷ് പുൾ ടൂൾ എടുത്ത് നേരെ താഴോട്ട് മൂവ് ചെയ്ത് വെക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു സെപ്പറേറ്റ്
ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ക്ലാഡിങ് കൊടുക്കുക. അതിന് വേണ്ടി റെക്റ്റാങ്കിൾ വരയ്ക്കുക, വിൻഡോ വരുന്ന ഭാഗം മാർക്ക് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഓഫ്, അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് വിൻഡോ വരുന്ന ഭാഗം കട്ട് ചെയ്യുക. എക്സ്ട്രാ ലൈന് നേരത്തെ വരച്ചതാണ്, അത് ഡിലീറ്റ് ആക്കുക. 2 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനൊരു സെപ്പറേറ്റ് കളർ കൊടുക്കുക. അവിടെ നമ്മൾ വേറെ ക്ലാഡിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൈഡ് ചെയ്തിട്ടുള്ള വിൻഡോ കാര്യങ്ങൾ എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഏത് ക്ലാഡിങ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പല കേസിലും ക്ലയൻ്റ് ആയിരിക്കും ഡിസൈൻ കാര്യങ്ങൾ പറയുക, അവർക്ക് ഇഷ്ടപ്പെടണമല്ലോ, അവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് തൽക്കാലം ഇത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് മാച്ച് ചെയ്യാം. കളർ തീം കാര്യങ്ങളൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചേഞ്ച് വരുത്താം. എനിവേ, പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇവിടുന്ന് കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്യുക. നമ്മൾ വരച്ചിട്ടുള്ള ഇതിനകത്ത് വന്നിട്ട് ഈ എന്താ പറയുക ഷോ വാളിൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ ഒരു ഡെപ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ഷൻ കൊടുത്തുള്ള ഏരിയ, അതിനൊക്കെ നമുക്ക് ഈ ഒരു കളർ കൊടുക്കുക. അപ്പോൾ അതിന് കളർ കൊടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട് ഫേസിൽ വരിക, ക്യാമറയിൽ പോയിട്ട് പാരലൽ പ്രൊജക്ഷൻ ആക്കുക, നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുക. എന്താ പറയുക ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക. നമുക്കിതിന് നല്ലൊരു കളർ കോമ്പോയിലോട്ട് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ഗൂഗിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കളർ കോമ്പോകൾ കിട്ടും. പ്രിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടംപോലെ കളർ കോമ്പോ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു എർത്തി ടോണിലാണ് ഇത് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഞാൻ തൽക്കാലം ഇതിലോട്ട് കൊടുന്നിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കളറിൻ്റെ ഫോട്ടോസ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡിനെ സെലക്ട് ചെയ്തു. ഈ ഒരു ബ്ലൂ ഷെയ്ഡിനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇല്ല, അതിനപ്പം നമുക്ക് ഈ ഒരു പിക്ചറിനകത്തുള്ള ഏതെങ്കിലും ഒരു കളറായിട്ട് മാച്ച് ചെയ്യിക്കണം എന്നുണ്ടെങ്കിലേ ഇതിന് RGB കോഡ് ഉണ്ടെങ്കിൽ നമുക്ക്, അതല്ലെങ്കിൽ ഈ ഒരു കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ചില കേസിൽ നമുക്ക് കോഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫോൾട്ട് ആയാലും വന്നു കഴിഞ്ഞാൽ എഡിറ്റിൽ വരിക. എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്പ്ലേൻ്റെ ഐക്കണ്ട് മാച്ച് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ സെലക്ട് ആവും. ഓക്കെ, ഈ ഒരു രീതിയിൽ സെലക്ട് ആവും. അപ്പം നമുക്ക് വേണ്ട ഒരു കളറിലോട്ട് നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡിലോട്ടൊന്ന് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ഷെയ്ഡിന് പ്യുവർ വൈറ്റ് കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു തൽക്കാലം ഇത് പിക്ക് ചെയ്തിട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് അല്ല, ഒരു ക്രീമി കളറ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതുപോലത്തെ ഒരു സംഭവം ഇവിടെയും കൊടുക്കാം. റെക്ടാങ്കിൾ ടൂൾ എടുക്കുക, ഇവിടെ 5,5 പഠിച്ച റെക്ടാങ്കിൾ വരയ്ക്കുക. 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ക്യൂബ് വരച്ചിട്ട് ഇവിടെ നിന്ന് ലൈൻ ടൂൾ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ വരെ വരയ്ക്കുക. അതിന് ശേഷം അതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്താണ്ട് ഈ ബോക്സ് അൺസെലക്ട് ചെയ്തിട്ട് ടൂൾസിൽ വന്നിട്ട് ഫോളോ മീ അടിക്കുക. അനാവശ്യമായിട്ടുള്ള ലൈനുകൾ ഡിലീറ്റ് ആക്കുക. ഈ കളർ പിക്ക് ചെയ്തിട്ട് അതിനെ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വാട്ടർ കട്ടിങ് കൊടുക്കണം. വാട്ടർ കട്ടിങ് മീൻസ്
ഇതിൻ്റെ അടിയിലൊക്കെ ഒരു ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടി സെലക്ട് ചെയ്യും, ഫോളോ മീ ടൂൾ എടുക്കും, ആദ്യം ഒരു 1 സെൻറ്റിമീറ്റർ ഒരു 1 cm ഉള്ളിലോട്ട് ഓഫ്സെറ്റ് കൊടുക്കും, പിന്നെ അതിൻ്റെ ഉള്ളിൽ 2 കൊടുക്കും, 2 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്തിട്ട് അതിനെ ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ താഴോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരു വാട്ടർ കട്ടിങ് ആവും അവിടെ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും നമ്മൾ വാട്ടർ കട്ടിങ് നിർബന്ധമായിട്ടും കൊടുക്കണം. ആക്ച്വലി ഈ ഒരു ലൈന് നമുക്കിവിടെ വേണ്ട, അതിൻ്റെ ഷോ പോയിട്ടുണ്ട്. നമ്മളവിടെ സൺഷെയ്ഡ് ഈ ഒരു രീതിയിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷോ പോയി. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഞാൻ ഈ പ്ലാന്റഡ് ബോക്സിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ക്ലയൻറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ചിലപ്പം ക്ലയൻസിന് എത്രത്തോളം ലെഫ്റ്റ് റൈറ്റും എത്രത്തോളം സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുക ഇവിടെ. അപ്പോൾ നമ്മൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു 2 ലൈനിനെ കുറച്ചിങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്കവിടെ കാർ പോർച്ച് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വീണ്ടും പെർസ്പെക്റ്റീവിലോട്ട് മാറ്റുക. ഇവിടെ ഒരു ഗാർഡൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഈ പ്ലാന്റഡ് ബോക്സ് ജസ്റ്റ് ഒന്ന് ഐഡ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഷോ വാൾ കൊടുക്കുക. 20 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്തിട്ട് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇച്ചിരി ഇതിൻ്റെ താഴെ വന്നാൽ മതി. നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെച്ചിട്ട് തൽക്കാലം ഈ ഒരു ഹൈറ്റിൽ പില്ലറിനെ ചെയ്യുന്നുണ്ട്. അതിനെ കോമ്പോണൻ്റ് ആക്കുക. ക്ലിക്ക് ചെയ്യുക, കോമ്പോണൻ്റ് ആക്കുക. അതിൻ്റെ കോപ്പി ഇങ്ങോട്ടേക്ക് വെക്കുക. ഇവിടുന്ന് കോപ്പി എടുക്കുക. ഈ ഒരു പില്ലറിന് കണക്കാക്കി വെക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. തൽക്കാലം ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക.
ഓക്കെ, ഈ ഒരു പില്ലറിന് സൈസ് ഞാൻ കൂട്ടിയിട്ടുണ്ട്, 1.20 ആക്കിയിട്ടുണ്ട് മൊത്തം. പിന്നെ നമുക്ക് ഈ ഒരു ഷോൾ ഇവിടെ വേണ്ട, പിന്നെ തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സിറ്റ് ഔട്ടിൻ്റെ റൂഫിനെ ജസ്റ്റ് ഒന്ന്, ഈ സൺഷെയ്ഡിനെ ജസ്റ്റ് ഒന്ന് ഹൈറ്റിലോട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു ക്ലാഡിങ് കാര്യങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, ഇവിടെ കൂടെ നോക്കുക. ഇതിനെ ഒരു 20 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. ബാക്കിലോട്ട് പുഷ് ചെയ്ത് തന്നെ ഡിലീറ്റ് ആയി കളയുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് അതിനെ പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. 2.5 ഓഫ്സെറ്റ് അടിച്ചിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്യുക. ബാക്കിലോട്ട് 2.5 കൊടുക്കുക. അതിനെ ഗ്രൂപ്പ് ചെയ്യുക. താഴെ വന്നിട്ട് ഈ ഒരു ഫേസ് സെലക്ട് ചെയ്ത് കോപ്പി അടിക്കുക. കൺട്രോൾ സി അടിച്ച് കോപ്പി അടിക്കുക. കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിനെ മേക്ക് കമ്പോണൻ്റ് ആക്കുക. ഈ താഴെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിൽ കൊണ്ട് വെക്കുക. ബൈ ഒരു 10 അടിച്ച് വെക്കുക. ബൈ ഒരു 20 കൊടുക്കുക. ഈ മുകളിൽ വരുന്ന പീസും താഴെ വന്ന എക്സ്ട്രാ പീസും ഡിലീറ്റ് ആക്കുക. ഇതിനെ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രത്തോളം ഈ ഗ്രാസ് ഏരിയ കൊടുക്കേണ്ട, ഇത്ര മതി. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും നമുക്ക് കുറക്കാം. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഹൈറ്റിലോട്ട് അതിനാക്കുക. ഈ ഒരു ഏരിയയും കറക്റ്റാക്കി വെക്കുക. ഈ സ്ലാബും ഈ ഒരു ഹൈറ്റിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ടാപ്പ് കൊടുത്ത് ജസ്റ്റ് ഈ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ പില്ലറിനെ കോപ്പി എടുത്തിട്ട് ഇവിടെ ഒരു പില്ലർ വെക്കുക. ഈ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം വിട്ടുപോയ കാർ പോർച്ചിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ 60 സെൻറ്റിമീറ്ററോളം പ്രൊജക്ഷൻ ഞാൻ കൊടുക്കുന്നില്ല. ഒരു 20 പ്രൊജക്ഷൻ കൊടുക്കുക. അതിന് കണക്കാക്കിയിട്ട് അതിനുശേഷം ഈ ഒരു ഡിസൈന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കുക. എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കുക. ഈ പില്ലറിനെ ഇവിടുന്ന് ഡിലീറ്റ് ആക്കുക. എന്നിട്ട് കോപ്പി എടുക്കുക. ഈ പില്ലറിനെ കണക്കാക്കി വെക്കുക. ഫ്രണ്ടിലോട്ട് കുറച്ച് കയറ്റി വെക്കുക. ഈ ഗ്രില്ലിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ബാക്കിലുള്ള ഡിലീറ്റ് ആക്കുക. ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യുക.
അതിനെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഇവിടെ പിടിച്ച് ഈ ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്തിട്ട് ഈ ഗ്രില്ലിന് കൊടുക്കുക. കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും കളറ് അപ്ലൈ ആവും. ഇത് ഈ ഒരു ഫ്രെയിം നമ്മൾ ആക്ച്വലി കമ്പോണൻ്റ് ആക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അതിനും ഓട്ടോമാറ്റിക് അപ്ലൈ ആവും. ഇവിടെ നമുക്ക് പില്ലർ നോർമൽ പില്ലർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിന് നമുക്ക് പുറത്തോട്ട് ഈ ലൈന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏരിയയിൽ ഈ ഓവർലാപ്പായി നിൽക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിന് നമുക്ക് ഒരു ബോർഡറിൻ്റെ ഡിസൈന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുക്കാം, ഒരു പ്ലാന്റ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇതിൻ്റെ അളവ് എടുക്കുക. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, എവിടെയെങ്കിലും കൊടുന്ന് വെക്കുക. നമുക്ക് അതിൻ്റെ അളവ് കിട്ടും, എവിടെയാണ് അതിൻ്റെ എഡ്ജ് വരുന്നതെന്ന്. മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ വരുന്ന ഭാഗം ഡിലീറ്റ് ആക്കിയിട്ട് ലൈൻ ഡിലീറ്റ് ആക്കിയിട്ട് ഒരു 40 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് അടിച്ച് ഈ ഒരു ഭാഗം നമുക്ക് ഡിലീറ്റ് ആക്കി കളയാം. എക്സ്ട്രാ വരുന്ന ലൈന് കാര്യങ്ങളൊന്നും ഡിലീറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് കൊടുക്കുക. ഇവിടെ എന്താ പറയുക, ഡബിളായിട്ട് വരുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് തന്നെ സെറ്റ് ചെയ്യാം. ഒരു 7 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രെയിം അടിച്ചു. 7 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് 5 സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് കൊടുത്തു. ക്ലിക്ക് ചെയ്ത് ഈ ഒരു ലൈന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ച് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കോമ്പോണൻ്റ് ആക്കുക. ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ബൈ 2 അടിക്കാം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ റെക്റ്റാങ്കിൾ വരയ്ക്കുക. 1 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് പുഷ് ചെയ്യുക, പുഷ് ചെയ്യുക. 1 സെൻറ്റിമീറ്റർ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിന് ശേഷം മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, കൊടുക്കുക. ഈ വിൻഡോ ഈ ഒരു ലൈന് ഈ ഒരു ഡിസൈൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ഞാനൊന്ന് കോപ്പി ചെയ്തു. പേസ്റ്റ് ഇൻ പ്ലേസ് അടിച്ചു, പേസ്റ്റ് അടിച്ചു. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ വിൻഡോ കൊടുത്ത പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഈ ഒരു ലെവലിൽ വെക്കുക. ഓക്കെ, നമ്മൾ കോമ്പോണൻ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം. നമ്മൾ കോമ്പോണൻ്റ് ചെയ്തിട്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും ചേഞ്ച് വരും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് സിംഗിൾ ഷെയ്ഡ് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് ഈ വിൻഡോക്ക് ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഒരു 30, അതുപോലെ തന്നെ റൈറ്റിലോട്ടും ഒരു 30 കൊടുക്കുക, ടോപ്പിലോട്ട് ഒരു 10 കൊടുക്കുക. നേരെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിനങ്ങോട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഒരു 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുക്കുക. സെൻറ്റർ ഭാഗം ടോപ്പ് ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 5 സെൻറ്റിമീറ്റർ പുഷ് ചെയ്യുക. അതിനങ്ങോട്ടേക്ക് പ്രൊജക്ഷനാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ എക്സ്ട്രാ വന്ന ലൈന് ഡിലീറ്റ് ആക്കുക. ഈ ബോട്ടം സൈഡിൽ വരുന്ന ലൈനുകൾ സെലക്ട് ചെയ്തിട്ട് വാട്ടർ കട്ടിങ് ആഡ് ചെയ്യുക. ഡിസൈൻ കൂടി നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യൽ കേട്ടോ. അതിനെല്ലാതും കൂടി സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ഈ കളർ പിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. വൈറ്റ് കളർ പിക്ക് ചെയ്യുക, ടോപ്പ് ഭാഗത്തിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ കാർ പോർച്ചിൻ്റെ ടോപ്പ് ഭാഗം വൈറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മോഡൽ വരുന്നത്. നമ്മൾ വലിയ ഹെവി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് ചെയ്തിട്ടാണ്. അതും പ്ലാനിങ് ഇല്ലാതെ ചെയ്തതാണ്, ട്യൂട്ടോറിയൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മോഡൽ ചെയ്യുക, അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഏകദേശം പ്ലാൻ പ്രകാരം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഏരിയയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് കളറിങ് തൽക്കാലം ഈ ഒരു കളറും മതി. ഞാൻ ഈ ഒരു ക്ലാഡിങ്ങിനെ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. നല്ലൊരു ക്ലാഡിങ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അത് ഞാൻ ഈ ബ്ലാക്ക് ക്ലാഡിങ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ സൈസ് ഒന്ന് കുറക്കുന്നുണ്ട്. ഈ ഒരു ബ്ലാക്ക് തൽക്കാലം ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനൊരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. 4 സൈഡിലോട്ടും 5 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഡിസൈനിൻ്റെ ലെവൽ എടുക്കുക. അതല്ലെങ്കിൽ പില്ലർ ഇങ്ങനെ കുറച്ച് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന ഫീലായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു റിങ് പോലെ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഒരു 140 ഹൈറ്റിൽ. അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മുക്കുന്നുണ്ട്. ഈ പില്ലറിൻ്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്യുക, രണ്ടിൻ്റെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, സോറി. എന്നിട്ട് അതിനെ നേരെ താഴോട്ട് ഇതിൻ്റെ ടോപ്പിൽ കൊടുന്ന് വെക്കുക. ഇത്രയും ഏരിയ സെലക്ട് ചെയ്തിട്ട് ഈ വൈറ്റ് കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മോഡൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് റെൻഡറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.